തിരുവുത്സവം എന്ന് പറഞ്ഞാൽ 10 ദിവസമാണ്. 10 ദിവസം കൊണ്ടുനടക്കുന്ന ഉത്സവമാണ്. കൊടിയേറി രാത്രിയാണ് കൊടിയേറ്റം. പൂയം നാള് രാത്രിയുള്ള സമയത്ത് കൊടി കയറുക. അത് കൊടി ദേവനിൽ നിന്നും മുളയിടലാണ് ആദ്യത്തെ ചടങ്ങ്. ആദ്യം ഉത്സവത്തിനുള്ള നാന്തി കുറിച്ചും കൊണ്ട് ഈ ഇത് കൊടുക്കും. അവർ കൂറയും പഴത്തവും കൊടുക്കാവുന്ന ചടങ്ങുണ്ട് ഉത്സവത്തിൻ്റെ നാന്തിയായിട്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉത്സവം കഴിയുന്നവരെ തന്ത്രിയും അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവണം എന്നാണ് ഒരു തന്ത്രിയും ഊരാളനും ഇവിടെ ഉണ്ടാവും. മറ്റുള്ളവരൊക്കെ കുറച്ച് ഇപ്പോൾ മാറിപ്പോയി എന്നൊക്കെ വരും. എല്ലാവരും വേണമെന്നാണ് അഭിപ്രായം. അതിൻ്റെ മുമ്പ് തിരിച്ചു വരണം എവിടെയും പോയിട്ടുണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ പുറത്തേക്ക്. അപ്പോൾ അങ്ങനെയാണ് നിയമം. പക്ഷേ അത് ഇപ്പോൾ മാറ്റം വന്നപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അത് നോക്കണ്ട. എന്നാലും തന്ത്രിയും ഒരാളിനും ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണ്. അത് കലശായാലും ഇതുപോലെ ഉത്സവമായാലും ഇതുപോലെ കൂറയും പഴുത്തറും മേടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ചുമതലയാണ്. കൂറയും പഴുത്തറും കൊടുക്കൽ ഊരാളനാണ്. ഊരാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മല്ലിശ്ശേരി തിരുമേനിയാണ്. അപ്പോൾ തന്ത്രി ചേന്നാസുമാണ്. അത് ചേന്നാസ് നമ്പൂതിരിപ്പാടിന് കൊടുത്തിട്ട് ഉത്സവത്തിന് അനുവാദം കൊടുക്കുകയാണ്. പിന്നെ ഉത്സവ ചടങ്ങാണ് അത്. അതിൻ്റെ മുമ്പ് മുളയിടൽ ചടങ്ങുണ്ട്. അത് ആദ്യം ഈ കൂറയും പഴുത്തറും കൊടുത്തു കഴിഞ്ഞാൽ മുളയിടണം. മുളയിട്ട് കഴിഞ്ഞിട്ടാണ് കൊടിയേറ്റം. കൊടിയേറ്റം എങ്ങനെയാ വെച്ചാൽ അകത്തുനിന്ന് ആവാഹിച്ച് കൊണ്ടുവന്ന ധ്വജത്തുമ്പിൽ കൊണ്ടുപോയി കയറ്റുക. അതാണ് അതിന്. അത് കഴിഞ്ഞാൽ രാത്രി ഉത്സവത്തിൻ്റെ ചടങ്ങായി. മറ്റുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അത്താഴപൂജ, അത്താഴ ശിവേരി, വിളക്കിന് രാത്രി 9 പ്രദക്ഷിണം ശ്രീഭൂതബലിക്ക് 4 പ്രദക്ഷിണവും 5 പ്രദക്ഷിണം വിളക്കിനും. അങ്ങനെ 9 പ്രദക്ഷിണമാണ് രാത്രി. കാലത്ത് ശിവേരിക്ക് കൊടി കയറി കഴിഞ്ഞാൽ കാലത്ത് ശിവേരിക്ക് 3 പ്രദക്ഷിണം സാധാരണ പോലെ. 3ാമത്തെ പ്രദക്ഷിണത്തിന് മേള പ്രദക്ഷിണമാണ്. 2 പ്രദക്ഷിണം സാധാരണ പോലെ കഴിഞ്ഞ് 3ാമത്തെ മേള പ്രദക്ഷിണം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിന്നെ പന്തീരടി പൂജയാണ്. പിന്നെ ആ രാവിലത്തെ ചടങ്ങിനൊന്നും മാറ്റില്ല. പന്തീരടി പൂജ കഴിഞ്ഞാൽ ശ്രീഭൂതബലി ഉണ്ട്. 4 പ്രദക്ഷിണ ശിവേരി ശ്രീഭൂതബലി. അത് ഈ പരിവാരങ്ങൾക്കൊക്കെ ഈ ഓരോ ദേവന്മാർക്കും ഓരോ പരിവാരങ്ങളാണ് വരിക. അപ്പോൾ അവർക്കൊക്കെ ധ്വജത്തമ്പിലെ ഗരുഡനാണ്. അത് മറ്റേ ശിവനോ ആണെങ്കിൽ കാളയാണ്. അങ്ങനെ മാറ്റങ്ങൾ. ഭഗവതിക്ക് സിംഹമാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത് ഇവിടെ ഗുരുവായൂരത്തെ അപേക്ഷിച്ച് ഗരുഡനാണ് ധ്വജത്തമ്പ് വരിക. അപ്പോൾ അവിടെ അടക്കം അവർക്ക് അങ്ങനെയുള്ള എല്ലാവർക്കും ഈ ബലി തൂവിയിട്ടാണ് അവസാനത്തെ പ്രദക്ഷിണത്തിന്. നിയമം എന്താ വെച്ചാൽ ഒറ്റ വായു കൊണ്ട് വിടാൻ പാടില്ല. ആ സമയം കൊണ്ട് ഈ പ്രദക്ഷിണം കിഴക്കേ നടക്കിൽ നിന്നും ക്ഷേത്രപാലന അവസാനം കൊടുക്കുകയാണ് അവിടെ എത്തുക. അതാണ് ഈ ശ്രീഭൂതബലിക്ക് അവസാനത്തെ പ്രദക്ഷിണ ഓട്ടം. ഇവിടെ ഗുരുവായൂരത്തെ പ്രത്യേകതയാണ്. അത് ഓടി വന്നിട്ട് അതിപ്പോൾ ഒരു വായു കൊണ്ട് എത്തിയെന്നില്ല, ഒരു ശ്വാസം കൊണ്ട് എത്തിയെന്നില്ല. ശ്വാസം നമുക്ക് കുറേ നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയ അത്ര നേരമാവാം ആണ്. ഇപ്പം ജനിച്ചാൽ കഴിയൂ. മറ്റേ കുറേ നേരം പിടിച്ചിരിക്കുന്നവരില്ലല്ലോ, പ്രാണായാമത്തിൻ്റെ ഒക്കെ ശക്തിയോട് ഇല്ലേ. അപ്പോൾ ആ സമയം കഴിയുന്നവരെ അതാണ് ശ്രീഭൂതബലി. അങ്ങനെയുള്ള ചടങ്ങുകൾ 9 ദിവസം 8 ദിവസം ഇത് രാവിലത്തെ വരെ ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കും. 3 ശിവേലി, 2 ശ്രീഭൂതബലി, വിളക്ക്, അങ്ങനെ അതായത് കഴിയും. ഈ വിളക്ക് സമയത്താണ് തായമ്പക ഇവിടെ പതിവ്. അത് പേര് കെട്ടാതെ കൊണ്ടൊക്കെ മാറിയിട്ടുള്ള കുട്ടികളുണ്ട്. അത് നോക്കും. അങ്ങനെ 8ാം ദിവസം രാവിലത്തെ പന്തീരടി പൂജയും കൂടി കഴിഞ്ഞിട്ടാണ് മറ്റേ ഇത് ഉത്സവബലി. അത് സംഗതി ഇങ്ങനെ തന്നെയാണെങ്കിലും അതിനും പുറത്തുള്ള ആൾക്കാരെ കൂടി പെട്ടു. ഈ പരിവാരങ്ങൾ മതിലകത്ത് വരെയുള്ളത് ഇപ്പോൾ വിട്ടുള്ളൂ. അതിൻ്റെ പുറത്തേക്ക് കൂടി ഉണ്ട്. എല്ലാവരെയും കൂടി തൃപ്തിപ്പെടുത്തുക പൂജയായിട്ട്. മറ്റൊക്കെ തൂവലേ ഉള്ളൂ. ഇത് പൂജയാണ്, ഉച്ചപൂജ. അത് ഈ ഉത്സവബലിക്ക്. അത് ഞാൻ രാവിലത്തെ ശ്രീഭൂതബലി സമയത്ത് തൊഴിലാളുള്ള സൗകര്യം അവിടെ മാതൃക്കല്ലുണ്ട്. സപ്തമാതൃക്കല്ലുണ്ട്. അവർ ഈ ശാസ്ത്രമാവും. അങ്ങനെ 9 ആൾ അവിടെ തൂവലുണ്ട്. ആ തൂവലും തൊഴിൽ പ്രധാനമാണ്. രാവിലെ 11 മണിക്ക് ആവും ഏകദേശം. അതൊരു തൊഴിൽ പ്രധാനമാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം അതേപോലെ തായമ്പക സമയത്ത് 4 പ്രാവശ്യം ശ്രീഭൂതബലി കഴിഞ്ഞ്
5-ാമത്തെ പ്രദക്ഷിണം വരുന്നത് അവിടെ എഴുന്നള്ളിച്ച് വയ്ക്കും. എന്നിട്ട് അവിടെയാണ് താഴ്മുക. അത് കഴിഞ്ഞാൽ ഈ 5-ാമത്തെ പ്രദക്ഷിണം വരെ 9 പിന്നെ ഈ 4 വർഷം വേണം. ആ 4 വർഷം നടത്തിയിട്ട് അവസാനിപ്പിക്കുക. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നടക്കും. ഈ ഉത്സവം കഴിഞ്ഞാൽ പള്ളിവേട്ട ദിവസം, പള്ളിവേട്ടയാണ് പുറത്തേക്ക് കളിക്കുക. പഞ്ചവാദ്യത്തെ മേളത്തോടു കൂടിയാണ് അത് പള്ളിവേട്ട ദിവസമാണ്. അപ്പോൾ അത് പുറത്തേക്ക് കളിക്കും. അപ്പോൾ പുറത്തും ഈ പരിവാരങ്ങളുണ്ട്. ഈ ഏറ്റവും അടുത്തവർ ആദ്യം, പിന്നത്തവർ രണ്ടാമത്, ഇങ്ങനെ ഈ ഘട്ടമായിട്ട് 4-ാമത്തെ രാജാവൂപ്പത് സംഭവം. ദേവൻ്റെ തൊട്ട് മുമ്പ് എന്നുള്ള ആൾക്കാർ, അതിൻ്റെ പുറത്തുള്ള ആൾക്കാർ, അതിൻ്റെയും പുറത്ത് ഉള്ള ആൾക്കാർ, 4-ാമത്തെ വയ്യപ്പോൾ അവിടെ അവർക്കാണ് ദിവസമാണ് ഈ പള്ളിവേട്ട ദിവസം തോന്നുക. അത് കഴിഞ്ഞ് അകത്ത് മേള അവസാനിച്ചാൽ പള്ളി നായാട്ടിന് പോകുന്നത്. പള്ളി നായാട്ട് എന്ന് പറഞ്ഞാൽ വേഷം കെട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അത് ചില സ്ഥലത്ത് വേഷമൊന്നും ഉണ്ടാവില്ല. ചടങ്ങിന് കുറച്ചും കൂടി ദൂരം കിഴക്കേ ഭാഗത്തേക്കാർ പോയിട്ട് അവിടെ തിരിഞ്ഞു വരണം. പിന്നെ വേഗം കഴിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടം ആക്കിയത്. പള്ളി നായാട്ടിന് ഉള്ള ധൃതി വരുമ്പോൾ ദേവൻ പറയും വേഗം വേണം. അപ്പോൾ വേഗം പള്ളി നായാട്ടം എന്ന് പറഞ്ഞാൽ പന്നീനെ പിടിക്കലൊക്കെ ഉണ്ട്. പന്നി വേഷം കെട്ടിയ ആളെ തണ്ട് പേച്ചി കൊണ്ടുപോകലൊക്കെ ഉണ്ട്. ഒക്കെ കാണാനുള്ള കാര്യമാണ്. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെയാണ് പള്ളി അത്താഴപ്പൂജ കഴിഞ്ഞാൽ പള്ളിക്കുറുപ്പ്. ഭഗവാനെ പട്ടുമെത്തയും പട്ട് പീഠത്തിലൊക്കെ കിടത്തിയിട്ട് സ്വർണ്ണം കൊണ്ടുള്ള പീഠവും അതിന് കിടത്തി കട്ടിൽ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ കിടത്തി ഒക്കെ മണ്ഡപത്തിൽ പ്രത്യേക പൂജ. അത് അതിനുള്ള പത്മങ്ങൾ കളകൾ വരച്ചിട്ട് അതിലിരുത്തി അവിടെയാണ് പൂജ. അത് പ്രധാന പൂജയാണ്. ഈ പള്ളിക്കുറുപ്പ് എല്ലാ ദേവന്മാർക്കും ഈ പള്ളിക്കുറുപ്പും ഒക്കെ പതിവുണ്ട്. ശാസ്താവായാലും വിരോധ, ഭഗവതിയായാലും വിരോധ, അതൊക്കെ ഒറ്റയ്ക്കാണ്. ഇദ്ദേഹത്തിനും ഇവിടെയും ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോഴാണ് പഞ്ചലോഹ വിഗ്രഹം എടുത്തിട്ടാണ് എഴുന്നള്ളിക്കുക. ആ പള്ളിക്കുറുപ്പിന് വരുമ്പോൾ പഞ്ചലോഹ വിഗ്രഹം, അതാണ് കുറച്ചുകൂടി സ്വർണ്ണത്തിനേക്കാളും വില പഞ്ചലോഹത്തിനാണെന്നാണ്. ആ വിഗ്രഹം വെച്ചിട്ട് പൂജിക്കുക. അപ്പോൾ ഈ പള്ളിക്കുറുപ്പ് ഉള്ള ദേവനെ അകത്തുനിന്ന് എഴുന്നള്ളിച്ച് കിടത്തിയവർക്കാണ്. അത് ഇവിടെ ദേവൻ മാത്രമേ ഉള്ളൂ. വിഷ്ണു ഭഗവാൻ, ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ദിവസേന ഈ പള്ളിക്കുറുപ്പുണ്ട്. അതിനൊരു പ്രത്യേക മുറി ശിവനും പാർവതിയും കൂടി കിടക്കാനുള്ള ഒരു മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അവിടെ ഒരു പൂജ അവിടെ പ്രധാനമാണ്. അവിടെ ഈ കല്യാണം കഴിയാത്തവർക്ക് ഒരുപാട് പോയി ഈ സമയത്ത് പോയി തൊഴുതാൽ പ്രധാനമാണെന്നുള്ളതായിപ്പോയിട്ട് പള്ളിക്കുറുപ്പിന് കിടക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ പ്രധാനമുള്ള സംഗതിയാണ്. ഇവിടെ ഇപ്പോൾ അതൊന്നും ഉണ്ടായിട്ടല്ല. പള്ളിക്കുറുപ്പ് ഉത്സവത്തിൻ്റെ ഈ ഒരു ദിവസം പള്ളിയാനായിട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുക എന്നാണ്. അകത്തേക്ക് പോകാനും കൂടി സമയം കിട്ടിയില്ല. അവിടെ ഒന്ന് കിടന്നു എന്നാണ് അപ്പോഴേക്കും. അങ്ങനെയാണ് ഞങ്ങൾക്ക്. അപ്പോൾ അത് കിടത്തി ഉറക്കലും പൊക്കിൻ്റെ പാട്ടുണ്ട്. ഈ അഷ്ടപതി പാട്ട് എന്നിട്ടാണ് ഉണർത്തുക രാവിലെ. ആ ഉണർത്തുന്നതിനാണ് പശുക്കുട്ടി കരയണം. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പള്ളിക്കുറുപ്പിൻ്റെ പൂജ തുടങ്ങും. ആ പൂജയുടെ ഇടയിലാണ് ഇത് കഴിയുക, പള്ളിക്കുറുപ്പ് കഴിയുക. അതേ സമയത്ത് അകത്തും പൂജകളുണ്ട്. അത് വേറെ ഇതിൽ പെടില്ല. അപ്പം ദേവന് പോലെ പൂജ അകത്ത് നടക്കും. ഈ പഞ്ചലോഹ വിഗ്രഹത്തോടുള്ള ദേവനുള്ള പൂജ ഇവിടെ വെച്ച് നടക്കും. ആറാട്ട് അത് ശാന്തകുറിയിരിക്കലും പലതുകൊണ്ട് അതിൻ്റെ ചടങ്ങുകളുണ്ട്. നാവ് ഒഴിക്കുക, കുളിപ്പിക്കുക, ആറാട്ട്, അഭിഷേകം ഒക്കെ കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് ഇവിടെ മലർനിവേദ്യം കൂടി കഴിഞ്ഞാൽ അകത്തേക്ക് എഴുന്നള്ളിച്ചു. പിന്നെ രാവിലത്തെ പൂജ അകത്താണ്. അത് ഒന്നിച്ചാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടുവെച്ചാൽ വൈകുന്നേരം അത് കഴിഞ്ഞുള്ള ശ്രീഭൂതബലിക്ക് എഴുന്നള്ളിക്കുന്നത്. അത് യാത്രാബലി എന്നാണ് പറയാം. അതിന് യാത്രാബലി എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ട ആൾക്കാർക്കൊക്കെ അപ്പപ്പാട് കൊടുത്ത് പോരുക. മറ്റു ഓരോ പ്രദർശനം ഓരോരുത്തർക്കായിട്ട് കണക്കാക്കിയത്. ഇതാതൊന്നും വേണ്ട. ഇത് ആദ്യം ദ്വാരപാലകന്മാർക്ക്, അത് കഴിഞ്ഞ് ഇന്ദ്രൻ വരണം അങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാവരെയും കഴിഞ്ഞ് എല്ലാം തുക കഴിഞ്ഞിട്ട് ഇവിടെ എഴുന്നള്ളിക്കുകയാണ് ആറാട്ടിന്. ആറാട്ട് സമയത്ത് മഞ്ഞപ്പൊടി പ്രധാനമാണ് അഭിഷേകം. അത് ആറാട്ട് കുളത്തിൽ ഇളനീരും മഞ്ഞപ്പൊടിയും പ്രധാനമാണ്. അത് രണ്ടും കൂടി അഭിഷേകമുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചപൂജ. ഭഗവതിനൊപ്പാന്ന് ഭഗവതി കാണണമെന്നില്ല. ഭഗവതി അമ്പലത്തിൽ വെച്ച് പൂജ കഴിക്കണമെന്നേ ഉള്ളൂ. എല്ലാവരും പറയും ഭഗവതി അമ്പലത്തിൽ വെച്ചിട്ട് ഭഗവതിയും ഗുരുവായൂരപ്പനും കൂടി ഒന്നിച്ച് ഉള്ള പൂജയാണ്. ഒന്നുമല്ല. ഭഗവതിനെ അവിടെ ഒന്നും ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ് പോയിട്ടുണ്ടാവുമത്. എന്നാലും പുറത്ത് വേറെ മണ്ഡപത്തിൽ
ഡെക്കറേറ്റ് ചെയ്ത മണ്ഡപത്തിൽ വെച്ചിട്ടാണ് പൂജ. ആ പൂജ കഴിഞ്ഞാൽ പള്ളി നായാട്ട് കഴിഞ്ഞാൽ ആറാട്ട് ഇതിനുള്ള എഴുന്നള്ളിപ്പാണ്. 11 പ്രതിഷ്ഠ ഒരു ദിവസത്തെ ആകെ വരെ 12 പ്രതിഷ്ഠയാണ് ഈ ഉത്സവകാലത്ത് വരിക, രാത്രിത്തെ ഒഴിച്ച്. അപ്പോൾ ആ 12 പ്രദർശനത്തിന് ഒരു പ്രദർശനം ഇപ്പോൾ ഈ കഴിഞ്ഞ് പോലോ കയ്യിലെടുത്തിട്ട് ആനയൊന്നുമില്ല. അപ്പോൾ ഈ അകത്ത് ആന ഇല്ലാതെ കൊണ്ടാണ് പ്രദർശനം വയ്ക്കുക. അപ്പോൾ ഒരു പ്രദർശനം അതും ബാക്കി എല്ലാം കൂടി 11 പ്രദർശനവും കൂടി എഴുതി അവസാനിച്ച് ഒന്ന് ദേവല്ലിക്ക് തന്നെ ഈ വിഗ്രഹത്തിൽ നിന്ന് ദേവല്ലിക്ക് ആവാക്കി ഈ കൊടി തോരണങ്ങളുണ്ടല്ലോ അതുമ്പിലൊക്കെ കൊടിയേറും. ഈ എല്ലാ അതുമ്പതും ഒക്കെ ആവാഹിച്ച് ഒന്നിച്ച് ആവാഹിച്ച് നിൽക്കാൻ ആവാഹിച്ച് എത്തിക്കുക. അത് തടമ്പുമ്പിലേക്ക് ഈ തടമ്പുമ്പിലേക്ക് എന്നിട്ട് അവിടെ കൊണ്ടുപോയി അവസാനിച്ച് അവിടുന്ന് വിഗ്രഹത്തിലേക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങ്. ഇതിൻ്റെ ഈ അത് ഓരോ സ്ഥലത്തും ഓരോ ചില സ്ഥലങ്ങളിൽ കൊടി കയറി കൊടി ഇറക്കിയിട്ടാണ് ആറാട്ടിന് പോവുക. ഗുരുവായൂർ നേരെ കുറച്ച് ആറാട്ട് കഴിഞ്ഞിട്ടാണ് ഈ ആനയോട്ടവും എല്ലാം കഴിഞ്ഞിട്ടാണ് കൊടി ഇറക്കുക. അങ്ങനെ മാറ്റം പറയുന്നുണ്ട്. അത് എവിടെയല്ല, അത് തന്ത്രിമാരുടെ ഓരോ സ്ഥലത്ത് ഓരോ ജാതിയാണ്, അത് കൂട്ടിയിറക്കാൻ പറ്റില്ല. ഇപ്പോൾ എറണാകുളം ശിവൻ്റെ അമ്പലത്തിലൊക്കെ എന്ന് വെച്ചാൽ ആറാട്ട് കഴിഞ്ഞിട്ടാണ്, അത് ആറാട്ടിന് പോയതിന് മുമ്പേ കൊടി ഇറങ്ങിയിട്ടാണ് പോവുക. അങ്ങനെ അത് പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട്. അതൊക്കെ വ്യത്യാസങ്ങളാണ്. ഇപ്പോഴെങ്ങനെയാണ്